പ്രസ്ഥാനം കാദിയാനികളാണ്, കാഫറുകളാണെന്നൊക്കെ ഇവിടെ മൗലവിമാര് പ്രസംഗിച്ച്. ഒരു മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവനെ കാഫറാക്കലല്ലാണ്ട് വേറെ വല്ല പണി എനിക്കുണ്ട്? എനിക്ക് തോന്നല്ലേ വേറെ പണി കൂടെ എടുക്കാനായിട്ട്. പിന്നെ ആയത്തിലേക്ക് കടക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ നിയോഗിക്കുന്ന അള്ളാഹു അനവധി സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുക. ഉദാഹരണം സൂറത്ത് അൻ-നിസായിലെ 69-ാമത്തെ ആയത്ത്, ومن يطع الله ورسوله فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആരെങ്കിലും അനുസരിച്ചാൽ ആ വിഭാഗം, അതായത് ഖുർആൻ അവരെ സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ട് വേറെ സ്ഥലത്ത് കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഹ്രിജത്തിൽ ഇന്നാസ്, മനുഷ്യവർഗത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും ഉത്തമ സമുദായമാണ്. ഇതിൽ 4 ഉത്തമന്മാരായ ആളുകളെ അള്ളാഹു എണ്ണി പറയുന്നു. മിനൻ നബിയീന വസിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. അള്ളാഹു പറഞ്ഞു അവർ എത്ര വിശേഷപ്പെട്ട കൂട്ടുകാർ. അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ 4 സ്ഥാനങ്ങൾ അള്ളാഹു ഈ ഉമ്മത്തിൽ നൽകാമെന്ന് പറഞ്ഞിരിക്കും. 3 സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ലോക മുസ്ലിങ്ങളെ ഒന്നടങ്കം അംഗീകരിച്ചിരിക്കെ. ഉദാഹരണം പറഞ്ഞെങ്കിൽ സിദ്ദീഖിന്റെ സ്ഥാനം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖാണെന്ന്. ശുഹദാക്കള് ബദറിലും ഉഹദിലൊക്കെ ദീനിനു വേണ്ടി പോരാടിയ ആളുകൾ ശുഹദാക്കളാണെന്നും അംഗീകരിക്കും. സാലിയായ മനുഷ്യന്മാര് എത്രയോ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹു 4 സ്ഥാനങ്ങള് മിനൻ നബിയീന വസിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ, ഈ 4 ഉണ്ടെന്ന് പറഞ്ഞിരിക്കേ 3 കിട്ടുള്ളൂ, നബി കിട്ടൂല എന്ന് അള്ളാഹുവിന്റെ വചനത്തെ റദ്ദ് ചെയ്യാൻ കഴിവുള്ള പണ്ഡിതൻ മറുപടി പറയുക. അപ്പൊ സുഹൃത്തിന്റെ ഒരു ആശ ഇനിയും നബി വരണം എന്ന് തന്നെയാണ്. മിർസാ ഗുലാം അഹമ്മദിൽ മാത്രം നിൽക്കേണ്ടതല്ല, ഇനിയും വരേണ്ടതുണ്ട് എന്നർത്ഥം. മാത്രമല്ല ഈ ആയത്തിന് അവസാനം എന്താ, ഹസുന ഉലൈക റഫീഖ എന്നാണ്. അവർ എത്ര നല്ല കൂട്ടുകാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ ഒരു നബി വരണം, മലപ്പുറത്ത് വേറൊന്ന് വരണം, അപ്പോഴേ കൂട്ടുകാരാവുള്ളൂല്ലോ. നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരായി നബിമാര് വേണം, സിദ്ദീഖീങ്ങൾ വേണം, ശുഹദാ വേണം, സ്വാലിഹീങ്ങൾ വേണം. അത് ദുന്യാവിനെ നടക്കുകയും വേണം എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ലോകത്തെ എല്ലാ രാജ്യത്തും ഇനിയും ഒരുപാട് അമ്പിയാക്കന്മാർ, എല്ലാ രാജ്യത്തും. അപ്പൊ അവിടെ പഞ്ചാബിൽ വന്ന ആളുകൾ നമുക്കത് കൂട്ടുകാരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, താങ്കൾക്കും കൂട്ടുകാരാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ അർത്ഥപ്രകാരം മിർസാ ഗുലാം അഹമ്മദിന്റെ കൂടെ കൂട്ടുകാരനായി കൂടാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ നബി നമുക്ക് പോരാ. ഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാർ എന്നാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് ഇന്നേ വരെ മുഹമ്മദ് നബിക്ക് ശേഷം ഒരു നബി ഉണ്ടാകാമെന്ന് വിശ്വസിച്ചിട്ടും 3 സ്ഥാനം കിട്ടി നിങ്ങൾ പറയുന്നു, സിദ്ദീഖ്, ശുഹദാ, സ്വാലിഹ്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അത് വേറെ വിഷയം. അബൂബക്കർ സിദ്ദീഖിനെ കൂടെ കൂടാൻ നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. അതേപോലെ ശുഹദാക്ക് ബദറിലും ഉഹദിലും ഉണ്ടായി ഞങ്ങൾ പറഞ്ഞത്, ശുഹദാന്റെ കൂടെ കൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് പറഞ്ഞല്ലോ അവർ ഏറ്റവും നല്ല കൂട്ടുകാരാണ് എന്നാണ് താനും. അപ്പൊ നമ്മുടെ നാട്ടിലും വേണം ശുഹദാ, നമ്മുടെ നാട്ടിലും വേണം സിദ്ദീഖീങ്ങൾ, നമ്മുടെ നാട്ടിലും വേണം നബിമാർ. അത് എല്ലാ തലമുറയിലും വേണം. കാരണം എന്താ, ഇപ്പൊ നമ്മളെ കാലം കഴിഞ്ഞ് ആ നബി മരിച്ചാൽ നമ്മളെ മക്കൾ കിട്ടൂതല്ലോ, പേരക്കുട്ടിയെ കിട്ടൂതല്ലോ, ശേഷക്കാർ കിട്ടൂതല്ലോ. അപ്പൊ എല്ലാ തലമുറയിലും എല്ലാ നാടുകളിലും നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാവും സ്വാലിഹീങ്ങളും ഉണ്ടായെങ്കിലേ നിങ്ങൾ വിചാരിച്ച പോലെയാണ് ആയത്തിന് അർത്ഥമെങ്കിൽ അത് നടക്കുള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് ആ ആയത്തിനെ സ്വഹാബിമാരോ താബികളോ താബികളോ ആയത്ത് കിട്ടിയ നബിയോ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ ആയത്തിറങ്ങിയത് അള്ളാഹു റസൂലിനാണല്ലോ. ഈ ആയത്ത് ഏതായാലും ഇറങ്ങിയത് മുഹമ്മദ് നബിക്കാണ്, ഖാദിയാനിക്കല്ല. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് ഈ ആയത്തിറങ്ങിയിട്ട് മുഹമ്മദ് നബിയിൽ നിന്ന് ഈ ആയത്ത് കേട്ടുപഠിച്ച സ്വഹാബിമാർ അവരൊക്കെ അള്ളാഹു റസൂൽ വഫാത്തായപ്പോൾ ഇനിയിപ്പോ നമുക്ക് റഫീഖായിട്ട് നബി ഇല്ലല്ലോ, അവിടെ തൽക്കാലം സിദ്ദീഖിനെ കുറിച്ച് നബിയാക്കുക എന്നവർ തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം ഉമർ ഖത്താബിന് നബി ആയിക്കോട്ടെ, കാരണം ഹസുന ഉലൈക റഫീഖ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റഫീഖായി നമുക്ക് നബി ഇല്ല ഞാൻ പറ്റൂല, ബാക്കി 3 ഉണ്ട് പക്ഷെ നബി ഇല്ല, അത് ശരിയാവൂല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ആയത്തിനർത്ഥം അങ്ങനെയല്ല. ആയത്ത് കേട്ടവരും നേർക്ക് നേരെ അതിന് ഒന്നാമത്തെ പ്രഥമ പ്രബോധിതരും ആ ആയത്തിനെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ലോകത്ത് അംഗീകരിക്കപ്പെടാവുന്ന മുസ്ലിമീങ്ങൾ ആരും ആ ആയത്തിനെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളും ആ ആയത്ത് അങ്ങനെ അർത്ഥം മനസ്സിലാക്കിയത് ശരിയായ സ്രോതസ്സിൽ നിന്നല്ല, താങ്കൾക്ക് മറ്റാരോ പറഞ്ഞു തന്നത് താങ്കൾ അന്ധമായി വിശ്വസിച്ചു എന്ന് മാത്രം. നേരെ മറിച്ച് ഈ ആയത്ത് വമൻ ഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ആര് അനുസരിക്കുന്നുവോ, അപ്പൊ ഏതാ റസൂല്? ഈ ആയത്ത് ഇറങ്ങുമ്പോൾ റസൂൽ ഏതാ? ഈ ആയത്ത് ഇറങ്ങുമ്പോൾ റസൂൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും അനുസരിച്ചുവോ അവർ അംബിയാഇന്റെ കൂടെയാണ്. ഏത് നബിമാരുടെ കൂടെ, ഒരു നബിയുടെ കൂടെയല്ല.
ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ മുഹമ്മദ് നബി തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളുടെയും കൂടെ കൂടാൻ അവന് കഴിയും. വസുദ്ദീഖീന, അബൂബക്കർ സിദ്ദീഖ് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിൽ മൊത്തം ആദം നബിയുടെ കാലം മുതൽ ഖിയാമത്ത് വരെ ആരൊക്കെ സുദ്ദീഖീങ്ങളുണ്ടോ ആ സുദ്ദീഖീങ്ങളെ കൂടെ കൂടാൻ കഴിയും. അതോടൊപ്പം ശുഹദാ, ബദരീകളും മുഹദീങ്ങളും മാത്രമല്ല, ശരിയായ ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആരൊക്കെ ലോകത്തുണ്ടോ അവരുടെ കൂടെ കൂടാൻ കഴിയും. സ്വാലിഹീങ്ങളായി ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരുണ്ടോ അവരെ കൂടെ കൂടാൻ കഴിയും. എങ്ങനെ? ഹസുന ഉലൈക റഫീഖ്, ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട്. എവിടെ കൂടാൻ പറ്റും? ദുനിയാവെന്ന് കൂടാൻ കഴിയില്ല, ദുനിയാവെന്ന് കൂടാൻ കഴിയില്ല, പല ലോകത്ത് നിന്ന്. ഈ ആയത്തിന് അവതരണ പശ്ചാത്തലമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരു സ്വഹാബി ദുഃഖിതനായി കാണപ്പെടുന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്താണ്? മാലി അറാക മഹ്സൂന, എന്തു പറ്റി താങ്കൾ ദുഃഖിതനായി കാണുന്നുവല്ലോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിച്ചു പോയി, ദുനിയാവിൽ വെച്ച് എനിക്ക് താങ്കളെ കാണാൻ എപ്പോൾ താല്പര്യം തോന്നിയാലും ഇവിടെ വന്നാൽ നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ മരിച്ചു, ഞാനൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഇനി അഥവാ സ്വർഗത്തിലേക്ക് എത്തിയാൽ പോലും താങ്കൾ അമ്പിയാക്കന്മാരെ കൂടെ ഉന്നത സ്ഥാനത്തായിരിക്കുമല്ലോ, ഞങ്ങൾക്ക് ഏതായാലും അങ്ങോട്ടെത്താൻ കഴിയില്ല. അപ്പോൾ താങ്കളെ കാണാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരം കിട്ടുകയില്ലല്ലോ. ഇതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഘടകം. നബി തങ്ങൾ പ്രതികരിച്ചില്ല. എന്തു പറയാൻ? അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, അള്ളാഹും റസൂലും പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും അമ്പിയാക്കന്മാരെ കൂടെ കൂടാം, നിങ്ങൾക്കും സിദ്ദീഖീങ്ങളെ കൂടെ കൂടാം, നിങ്ങൾക്കും ശുഹദാഇന്റെ കൂടെ കൂടാം, നിങ്ങൾക്കും സ്വാലിഹീങ്ങളെ കൂടെ കൂടാം. അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. സ്വഹാബിമാർക്ക് സമാധാനായി. അതുകൊണ്ട് തന്നെ നബി വഫാത്തായതിനു ശേഷം ഒരു സ്വഹാബിയും വാശി പിടിച്ചില്ല ഇനി വേറെ നബി വരണം, എന്നാലേ ഈ ആയത്ത് ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റൂവെന്ന്. അതിനുശേഷം താബിഴികളോ തബഴു താബികളോ മിർസാ ഗുലാം അഹമ്മദ് അല്ലാത്ത അതിന് മുമ്പ് ഒരാളോ അതിന് ശേഷം ഒരാളോ അങ്ങനെ വാശി പിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കും വാശി പിടിക്കാം, ഞങ്ങളെ പള്ളിയിൽ, ഞങ്ങളെ സെന്ററിൽ, ഞങ്ങളെ സംഘടനയിൽ ഇപ്പോഴുള്ള ആള് അയാൾ നബിയായി കിട്ടണം എന്നെങ്കിലും വാശി പിടിക്കാലോ. കാരണം എന്താ? ഈ ആയത്ത് പ്രാവർത്തികമാകണമെങ്കിൽ. അതുകൊണ്ട് സഹോദരൻ ആ ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു. ആത്മാർത്ഥമായി പഠിക്കാൻ സന്നദ്ധമാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിശദീകരണം വളരെ തെറ്റിപ്പോയി ഉസ്താദിന്റെ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ പറഞ്ഞു വന്നപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ ഒരു സാലിഹായ മനുഷ്യൻ പോലും ഇല്ല. അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ച് ധനവും നമ്മുടെ ശരീരവും എല്ലാം ദീനിന് വേണ്ടി കൊടുത്തിട്ട് ഒരു സാലിഹിന്റെ സ്ഥാനത്ത് പോലും എത്താൻ പറ്റിയില്ല. മുന്ന് വന്ന പ്രവാചകന്മാരുടെ ഉമ്മത്തിൽ ഇങ്ങനെയുള്ള പദവികളിലൊക്കെ എത്തിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈസാ നബിന്റെ മൂസാ നബിന്റെ ഒക്കെ ഉമ്മത്തിൽ സാലിഹ്യങ്ങളും ശുഹദാക്കളും സിദ്ദീഖുകളൊക്കെ ഉണ്ടായി. അവരുടെ കൂട്ടത്തിൽ നമ്മളെ ആളുകൾക്ക് ഒരു പദവിയില്ല, വെറുതെ പോയിരിക്കല് പണി മാത്രം. എന്തർത്ഥം വെക്കലും എന്ത് വ്യാഖ്യാനം? അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സ്വാലിഹ് ആവാളെ പണിയാണ് ചെയ്യേണ്ടത്. അവനാ സ്വാലിഹ്. അള്ളാഹു റസൂലിനും ആരനുസരിച്ചുവോ അവനാണ് സ്വാലിഹ്. ഇനി ഓനെ കൂട്ടുകാരാരാ? അമ്പിയാക്കൾ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. അതാണ് അള്ളാഹു റസൂലിനെയും ആര് അനുസരിച്ചുവോ അവന്റെ പേരാ സ്വാലിഹ്, അവന്റെ പേരാ വലിയ്, അവന്റെ പേരാ മുഅ്മിന്, അവന്റെ പേരാ മുത്തഖി, അവന്റെ പേരാ മുസ്ലിം. അവന് കൂട്ടുകാരാരെയൊക്കെ കിട്ടും പരലോകത്ത്? എല്ലാ അമ്പിയാക്കളെയും കിട്ടും, എല്ലാ സുദ്ദീഖുകളെയും കിട്ടും, എല്ലാ ശുഹദായിനെയും കിട്ടും, എല്ലാ സ്വാലിഹീങ്ങളെയും കിട്ടും. അവന്റെ വാപ്പ സ്വാലിഹാണോ ആ വാപ്പാനെയും കിട്ടും, ഭാര്യ സ്വാലിഹത്താണോ ആ ഭാര്യയെയും കിട്ടും. ഖിയാമത്ത് നാൾ വരെ, ഞാൻ അങ്ങനെ പറഞ്ഞത്, ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഷഹീദുണ്ടോ, ആരൊക്കെ സുദ്ദീഖുണ്ടോ, ആരൊക്കെ സ്വാലിഹുണ്ടോ അവരൊക്കെ കൂടെ കൂടാൻ കഴിയും. ഇവന് ചെയ്യേണ്ട പണി എന്താ? അള്ളാഹും റസൂലും പറഞ്ഞതെന്തോ അതനുസരിക്കുക. ആ അള്ളാഹും റസൂലും പറഞ്ഞിടത്തുള്ളത് മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ് എന്നാണ്. അള്ളാഹ് പറഞ്ഞതും റസൂല് പറഞ്ഞതും മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ് എന്നാണ്. അതനുസരിച്ചാൽ അവന് സ്വാലിഹാകാൻ പറ്റും. അതല്ല, അള്ളാഹു റസൂലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ഈ തർക്കം കേട്ടപ്പോ എനിക്ക് തോന്നി നബി ഇനിയും വരണം, അങ്ങനെ തോന്നുമ്പോ നബി വരാൻ പറ്റുന്ന ഒരു ഏർപ്പാടില്ല. നേരെ മറിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ചത് മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്. ലാ നബിയ ബഅദി, നബി തങ്ങൾ പറഞ്ഞു, ഇസ്രായേലിയർ കാനത്ത് ബനു ഇസ്രായേൽ തസൂസുഹുൽ അംബിയ കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ. ഇസ്രായേലിലെ അമ്പിയാക്കന്മാർ നയിച്ചിരുന്നു. ഒരു നബി വഫാത്താകുമ്പോൾ മറ്റൊരു നബി വരും, എന്നാൽ എനിക്ക് ശേഷം നബി ഇല്ല. ലാ നബിയ ബഅദി, എന്റെ ശേഷം നബി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു. ആയത്തിൽ പറഞ്ഞതോ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂൽ അനുസരിക്കണം. ആ റസൂല് പറഞ്ഞു എന്റെ ശേഷം നബി ഇല്ല. അതനുസരിച്ചാലോ സ്വാഭാവികമായിട്ടും ഖാദിയാനിസം എന്ന കുഫ്റിന്ന് വിട്ട് ഇസ്ലാമിക്ക് വരാൻ കഴിയും.
അതനുസരിക്കുന്നില്ലെങ്കിലോ നബി എങ്ങനെ അങ്ങനെ പറയാ, എന്റെ ശേഷം നബി ഇല്ലാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ, തർക്കം ഇനി ഉണ്ടാവൂലേ, ആ തർക്കത്തിലൊക്കെ നബി വരണ്ടേ എന്നാണെങ്കിൽ അത് സുദ്ദീഖീങ്ങളുടെ, ശുഹദാഇന്റെ, സ്വാലിഹീങ്ങളുടെ, അംബിയാഇന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകലാണ്. അതുകൊണ്ടാണ് ലോകത്തെ മൊത്തം മുസ്ലിമീങ്ങൾ ഖാദിയാനികൾ കാഫിറാണ് എന്ന് പറഞ്ഞത്. സ്വാർത്ഥ താല്പര്യത്തിനല്ല, സ്വാർത്ഥ താല്പര്യത്തിന് അവർ കുഫ്റിലേക്ക് പോയപ്പോൾ ഇത് കുഫ്റാണെന്ന് പറയേണ്ടി വന്നു എന്ന് മാത്രം. ഇപ്പൊ പറഞ്ഞു വന്നപ്പം സാലിഹ്യങ്ങളൊക്കെ ഈ ലോകത്ത് തന്നെ ഉണ്ടാവുന്നതാണ് നേരത്തെ പറഞ്ഞു. പറഞ്ഞു. അപ്പം അബൂബക്കറിന് സിദ്ദീഖിന്റെ സ്ഥാനം ഈ ലോകത്ത് തന്നെയാണ് കിട്ടിയത്. അപ്പോഴാണ് അദ്ദേഹത്തിന് മുൻപ് വന്ന് സിദ്ദീഖിന്റെ പദവിയിൽ അവരുടെ സ്ഥാനത്ത് ഇദ്ദേഹത്തിന് ഇരിക്കാവുന്ന അവസ്ഥ അള്ളാഹു കൊടുക്കുന്നത്. ഇവിടെയാണ് ബദറും ഉഹദും ഒക്കെ ഉണ്ടായത്. ഇവിടെയാണ് അവർ ഷഹീദായതും ശുഹദാക്കളുടെ സ്ഥാനത്ത് എത്തിയതും ഭൂമിയിൽ. ഇവിടെയാണ് സാലിയായി ജീവിക്കണം. അപ്പൊ ഇവിടെ കിട്ടിയ ആളുകളാണ് അവിടെ മാഷറയിൽ ചെല്ലുമ്പോൾ ആ സ്ഥാനത്ത് എത്തണത്. അപ്പൊ ഇവിടെ നബി ആകാത്ത ആള് എവിടെയാണ് നബിയുടെ കൂട്ടത്തിൽ നിൽക്കണ? പിന്നെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ലാ നബി ബാദി, ഇനി എനിക്ക് ശേഷം നബി ഇല്ല എന്ന് പറഞ്ഞു. നേരത്തെ മുസ്ലാൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞ് ഈസാ നബി അലൈഹി ഇസ്ലാം വരുമെന്ന ഹദീസുകൾ ഖാദിയാനികൾ നിഷേധിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു ശേഷം ഒരു നബിയും ഇന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വിടുന്ന പിൻവാതിലിൽ കൂടി ഒരു നബിനെയാണ്. അതായത് 2000 വർഷം മുമ്പ് ബനി ഇസ്രായേൽ വന്ന് മരണപ്പെട്ടു പോയ ഈസാ നബി അലൈഹി ഇസ്ലാം വരുമെന്ന് ആ പിൻവാതിൽ കൂടെ ഞങ്ങ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ വമയുത്തില്ലാഹ വറസൂല, അള്ളാനെ അള്ളാന്റെ റസൂൽ അനുസരിച്ച് ജീവിക്കുന്ന മുഹമ്മദിന്റെ ഉമ്മത്തിൽ മുൻവാതിൽ കൂടി ഇസ്ലാമിന് സേവനം ചെയ്യാൻ, വിശുദ്ധ ഖുർആനെ പ്രചരിപ്പിക്കാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. ഇതിലൊക്കെ പരിഹാരമായിട്ട് അള്ളാഹു അയക്കുമെന്നുള്ള മനസ്സിലാക്കാം. ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കണത് നല്ലതാണ്. സത്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖാവാൻ കഴിഞ്ഞു, ശരിയാണല്ലോ, സ്വാലിഹാവാനും കഴിഞ്ഞു. അതേപോലെ ബദറിൽ പങ്കെടുത്ത് ഷഹീദാവാൻ പറ്റിയില്ലെങ്കിലും ശുഹദാക്കന്മാരുടെ കൂടെ കൂടിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു നബി ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് നബി ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം? ഉമർ ഖത്താബ് നബി ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രം നിങ്ങൾ പറഞ്ഞെന്താണ്, സിദ്ദീഖും സ്വാലിഹും അതേപോലെ ഷഹീദും ആകാൻ ഇവിടുന്ന് കഴിയുമെങ്കിൽ നബി ആകാനും കഴിയണ്ടേന്നാ. അപ്പൊ ഈ ഇരിക്കണ എല്ലാവരും നബി ആകണ്ട. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സിദ്ദീഖാവാൻ പറ്റുമല്ലോ, എല്ലാവർക്കും ഷഹീദാവാനും അവസരമുണ്ട് ഇവിടുന്ന്, എല്ലാവർക്കും സ്വാലിഹാവാനും കഴിയും. എന്തുകൊണ്ട് നാലാമത്ത് നമുക്കൊന്നും ഇല്ലാതെ പോയി? നിങ്ങൾ നബി ആയിട്ടില്ല, നിങ്ങളെ ഭാര്യ നബി ആയിട്ടില്ല, നിങ്ങളെ മക്കൾ നബിമാരായിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിൽ ആരും നബിമാരില്ല, എന്റെ കുടുംബത്തിൽ ആരും നബിമാരില്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ആയത്തിൽ നമുക്കൊന്നും പറ്റൂല എന്നാണോ? അപ്പൊ നബി ഒന്ന് വന്നാൽ പോരാ, എല്ലാവരും നബിമാരാണ്. എല്ലാവർക്കും സിദ്ദീഖാകാൻ പറ്റും വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ മതി. എല്ലാവർക്കും ഷഹീദാവാനും കഴിയും വേണമെങ്കിൽ, എല്ലാവർക്കും സ്വാലിഹാകാനും കഴിയും. അപ്പൊ എല്ലാവർക്കും നബി ആകാനും കഴിയണ്ടേ? അപ്പൊ എല്ലാവരും നബി ആവണ്ടേ? മിർസാ ഗുലാം അഹമ്മദ് മാത്രമായാ പോരാ, അയാളെ ഭാര്യ നബി ആകണം, അയാളെ ഭാര്യ നബി ആകണം. നമ്മുടെ നാട്ടിൽ എല്ലാ നബിമാരാകണം. അല്ലെങ്കിൽ മിർസക്ക് മാത്രം കിട്ടി, ഭാര്യ കിട്ടില്ല, അതെന്ത് ന്യായാണ്? മിർസ കിട്ടി, മക്കൾക്കും അദ്ദേഹത്തിന് ഉമ്മാക്കും മാപ്പാൻ കിട്ടില്ല, എന്തു ന്യായാണ്? അപ്പോഴും ഈ ആയത്ത് പ്രശ്നമാണല്ലോ. അപ്പൊ താങ്കൾ പറഞ്ഞ പ്രകാരം ലോകത്ത് നബിമാരല്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും നബിമാര്. അപ്പോഴല്ലേ നബിയീന വസ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ എന്ന് വരുള്ളൂ. പിന്നെ ഈസാ നബി ആണെങ്കിൽ പിൻവാതിൽ കൂടെ വരേണ്ട ആവശ്യമില്ല, മുൻവാതിലൂടെ വരാം. കാരണം ഈസാ നബി ലാ നബിയ ബഅദി എന്നതിനെതിരല്ല. മുഹമ്മദ് നബിയുടെ ശേഷമുള്ള നബിയല്ല ഈസാ നബി, മുഹമ്മദ് നബിയുടെ മുമ്പുള്ള നബിയാണ് ഈസാ നബി. മുഹമ്മദ് നബിയുടെ മുമ്പുള്ള നബിയാണ് ഈസാ നബി, ശേഷം എന്ന നബിയല്ല. അതുകൊണ്ട് മുമ്പുള്ള നബിയെ നിങ്ങൾക്ക് ഈസാ നബിയെ കൊല്ലണം, എന്നാലേ മറ്റു നബിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഈസാ നബി മരിച്ചിട്ടില്ല, ഈസാ നബി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ആകാശലോകത്തുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഈസാ നബി ഇറങ്ങി വരും, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈസാ നബി മുഹമ്മദ് നബിക്ക് ശേഷമുള്ള നബിയല്ല, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള നബിയാണ്. ആ ഈസാ നബി മുഹമ്മദ് നബിയെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ഈസാ നബിയെ കുറിച്ച് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്, വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുമുണ്ട്. ഒരു ശേഷം വരുന്ന നബി എന്ന പ്രശ്നം അവിടെ ഇല്ല എന്ന് കൂടി മനസ്സിലാക്കുക. മാലിക് സലഫി ഒന്ന് കൂട്ടിച്ചേർക്കും അതിലേക്ക്. നമ്മുടെ ഖാദിയാനി സുഹൃത്തിന്റെ സംസാരം അദ്ദേഹം ആരംഭിച്ചത് തന്നെ സലാം പറഞ്ഞുകൊണ്ടാണ്. അഹമ്മദികളല്ലാത്ത ആളുകൾ കാഫിറാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അഹമ്മദികൾ. കാഫിറായ ഒരാൾക്ക് എന്തിനാണ് സലാം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഒന്ന്, ഇത് ഖാദിയാനികളുടെ സ്ഥിരം പതിവാണ്. ഇത്തരം ചതിയും വഞ്ചനകളും കുതന്ത്രങ്ങളുമായിട്ടാണ് ഖാദിയാനി മതം ഇന്നും നിലകൊള്ളുന്നത്. ഇനി എങ്ങനെ നിലകൊള്ളാൻ അവർക്ക് കഴിയുള്ളൂ. രണ്ട്, അദ്ദേഹം പറഞ്ഞു ഇവിടെ തർക്കമുണ്ട്, അതുകൊണ്ട് നബി വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തർക്കമൊന്നും ഉണ്ടായിട്ടില്ലേ?
ഏത് നബിമാരെ കാലത്തും തർക്കം ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഓരോ തർക്കം ഉണ്ടാകുമ്പം ഓരോ നബി വരണം എന്നാണോ ഇസ്ലാമിന്റെ നിയമം? 2. മൂന്നാമത്തെ കാര്യം, ഇനി ഒരു പ്രവാചകന്റെ ആവശ്യം ഇല്ല. കാരണം മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ശേഷം പ്രവാചകന്മാർ വന്നത് ഒന്നുകിൽ അവരുടെ ശരീഅത്തിൽ മാറ്റത്തിരുത്തുകൾ വരുത്തിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ പുതിയ ഒരു ശരീഅത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടാകും. യഥാർത്ഥത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അവർക്കുള്ള വേദഗ്രന്ഥങ്ങൾ കൈകരുത്തുകൾ നടത്തിയിട്ടുണ്ടാകും. ഈ 2-3 കാര്യങ്ങളും ഇസ്ലാമിക സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനെ സംരക്ഷിക്കാൻ ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, അള്ളാഹ് സംരക്ഷണം ഏറ്റെടുത്തു. 2ാമത്തെ വിഷയം, ഈ ഖുർആനും സുന്നത്തും ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ പഠിപ്പിക്കുവാൻ ഒരു അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ത്വായിഫിനെ അള്ളാഹു ഏത് കാലഘട്ടത്തിലും ഹത്താ യൗമുൽ ഖിയാമ ഉണ്ടാക്കും. ലാ തസാലു ത്വായിഫത്തുൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹക്കിൽ പറയുന്ന ഹക്കിൽ നിലകൊള്ളുന്ന ഒരാളുകൾ അവരുണ്ടാകും. അവരാരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാരാണ്. ഹക്ക് പറയുന്ന പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. എന്നാൽ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഉമ്മത്താണെങ്കിൽ അവരുടെ പണ്ഡിതന്മാരായിരുന്നു അവരുടെ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഇനി ഒരു പ്രവാചകന്റെ ആവശ്യം ഇല്ല. ഇനിയോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇദ്ദേഹം ഒമയുത്തല്ലാഹു വ റസൂൽ എന്ന ആയത്തോതിയല്ലോ. ഇവിടെ ഫൈസൽ മോൻ സൂചിപ്പിച്ചു, ഈ ആയത്ത് ഖാദിയാനിൽ ഇറങ്ങിയ ആയത്തല്ലല്ലോ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്ത ആയത്താണ്. ഈ ആയത്ത് ഓതിക്കൊടുത്ത അതേ പ്രവാചകൻ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞ ഹദീസുണ്ട്. എന്താണ് പ്രവാചകന്റെ ഹദീസ്? ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഖാദിയാനികൾ ദുർവ്യാഖ്യാനം ചെയ്താലും ദുർവ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം ശക്തിമത്തായ കെട്ടിടം പോലെ നിലകൊള്ളുന്ന പ്രവാചകൻ പറഞ്ഞ തേജസ്വലമായ ഹദീസാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ എന്റെയും മസലി കമസലി അംബിയ, എന്റെയും എന്റെ മുൻപ് കഴിഞ്ഞുപോയ അംബിയാക്കന്മാരുടെ ഉദാഹരണം ഏതുപോലെയാണ്? അവർ അയാൾ നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി, നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി. ആളുകൾ ആ ബിൽഡിംഗ് കാണാൻ വേണ്ടി ഇങ്ങനെ ചുറ്റും വന്നു. അവർ പറഞ്ഞു, ഇതിനേക്കാൾ നല്ലൊരു കെട്ടിടം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല ഹാദിഹി ലബ്ന, പക്ഷെ ഇവിടെ ഒരു ഇഷ്ടികയുടെ കുറവുണ്ട്, ഒരു കല്ലിന്റെ മാത്രം കുറവുണ്ട്. എന്നൊരു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകുന്തു അന തിൽക ലബ്ന, ആ പ്രവാചകത്വ ബിൽഡിംഗിന്റെ, ആ പ്രവാചകത്വ ശൃംഖലയുടെ കെട്ടിടത്തിന്റെ അവസാനത്തെ കല്ലാകുന്നു ഞാൻ. എനിക്ക് ശേഷം ഇനി ഒരു കല്ലാല വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തേ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഖാദിയാനികൾ ഇസ്ലാം എന്ന് പുറത്തായത്. മനസ്സിലായോ? ഖാദിയാനികൾ ഇസ്ലാം എന്ന് പുറത്താന്നുള്ളത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ട് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നടക്കുന്ന തർക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവകാശം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അന തിൽക ലബ്ന, ഞാനാണ് ആ കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഖാദിയാനിയുടെ ആവശ്യമില്ല. ഇനിയോ ഇനി ഈ ആയത്തോതി ആള് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി നിൽക്കൂലല്ലോ. ഒരാള് പറയാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി മാത്രം എങ്ങനെ ഈ ആയത്ത് പരിബന്ധ ഭാഗ ഫൈസൽ മോദി വിശദീകരിച്ചു. പിന്നെ മൂപ്പര് പറഞ്ഞു, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യരുത്, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യരുത്, നിങ്ങൾ പിന്നെ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന്. അള്ളാഹിന്റെ ഖുർആൻ ഈ പച്ച മലയാളത്തിൽ ആരാ ദുർവ്യാഖ്യാനം ചെയ്ത്? ഞാൻ കാണിച്ചു തരാം. മഹദി ഇമാം വെളിപ്പെട്ടു മൗലവി മുഹമ്മദ് ഉമർ എച്ച്, ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഖാദിയാനി ഇയാൾ പറഞ്ഞു നബിയാണ്, മൂപ്പര് പറഞ്ഞു നബി ഒന്നല്ല മഹദിയാണ്. കേട്ടോ, അള്ളാഹിന്റെ ഖുർആൻ ആരാ ദുർവ്യാഖ്യാനം ചെയ്യണം? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ എന്നുള്ള ആയത്ത് ഇയാൾ കൊടുക്കുകയാണ്. ഞാൻ അതിന്റെ അർത്ഥം കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചിരിച്ചു പോയാൽ അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഹദി വെളിപ്പെടുന്ന കാലം പറയണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദൽ ഇശാറു ഉത്തിലത്, കാലസൂചന. മരുക്കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും. അതായത് കരയിലും കടലിലും ആകാശത്തിലും ത്വരിതമായി സഞ്ചരിക്കുന്ന പുതിയ വാഹനങ്ങൾ കാരണം ഒട്ടക സവാരി ഉപേക്ഷിക്കപ്പെടും. വൈദൽ ഇശാറു ഉത്തിലത്. കേട്ടോ, വൈദൽ വുഹൂശു ഹുശ്റത്, വൈദൽ ഹുശൂർ ഹുശ്റത്ത് എന്ന് പറഞ്ഞാൽ വന്യജീവികൾ ഒന്നിച്ചു ചേർക്കപ്പെടും എന്ന് പറഞ്ഞാൽ കാഴ്ച ബംഗ്ലാവുകളും മ്യൂസിയങ്ങളും മുഖേന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടുവരുന്ന പക്ഷിമൃഗാദികൾ ഒരുമിച്ച് ചേർക്കപ്പെടും. എങ്ങനെയുണ്ട്? നല്ല ദുർവ്യാഖ്യാനം, നല്ല വിശദീകരണം. വൈദൽ ബിഹാറു സുജ്ജിദത്, അതുപോലെ തന്നെ ഭൂസ്ഥിതി, കനാലുകൾ കീറിയുണ്ടാക്കി നദികളും സമുദ്രങ്ങളും പരസ്പരം സംയോജിക്കപ്പെടും. ഇനിയോ വൈദൻ നുഫൂസ് സുവ്വിജത്,
വിവിധ ജനങ്ങൾ ഒരേ ശൃംഖല ഇണക്കപ്പെടും. ഗതാഗത സൗകര്യങ്ങൾ കൂടാതെ റേഡിയോ, ടെലിവിഷൻ മുതലായ വാർത്താവിനിയങ്ങൾ മുഖേന അന്യോന്യ സമ്പർക്കം പുകർത്താനാകും. പ്രസിദ്ധീകരണങ്ങൾ, അവിടെ ഗ്രന്ഥശാലകൾ ഉണ്ടാകും. ബാക്കി എന്തുകൊണ്ട് കൊടുത്തില്ല? ഇത് ഷർത്താണ്. ഇതിന്റെ ജവാബ് ഇവിടെ കട്ടു. വൈദസുഹുഫ് നുസ്രത്ത്, ബാക്കി എന്താ നിങ്ങൾ കൊടുക്കാതിരുന്നത്? അള്ളാന്റെ ഖുർആൻ കട്ടുമുറിച്ചതാരാ? ഇതാണ് ഖാദിയാനി മതം. പഠിച്ചോ? എന്താ ഇത് പറഞ്ഞിട്ട് ഇതിന്റെ ജവാബ് എവിടെ? ജവാബ് എവിടെ മൗലവി? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ഇസ്ലാമിന്റെ ആദർശം മനസ്സിലാക്കാനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. വൈദസുഹുഫ് നുസ്രത്ത് എന്ന് പറഞ്ഞിട്ട് ആ സുഹുഫ് ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതെന്താ നിങ്ങൾ പറയാതിരുന്നത്? ഇതാണ് അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ കട്ടുമുറിക്കുന്നുണ്ട്. അതാണ് ഖാദിയാനി മതം. ശരിക്കും മനസ്സിലാക്കി. ഇത് ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ അപ്പുറത്തുള്ള മതമാണ്. മാത്രവുമല്ല, ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഒന്നിനോടും അവർക്ക് ആദരവില്ല. അള്ളാഹുവിന്റെ ഖുർആനോട് അംഗീകരിക്കാതിരുന്നാൽ ഇസ്ലാം എന്ന് പുറത്താണെന്ന് ആളുകൾ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് അംഗീകരിക്കാണ്. ഇനി മാത്രമല്ല, ഈസാ നബി വരുന്നതിന് മൂപ്പർക്ക് വലിയ ബേജാറുണ്ട്. ഒരു ബേജാറായിട്ടും കാര്യമില്ല. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതാണ് വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിന്റെ അടയാളമാണ്. ഒരായത്ത് കേട്ടോ, തീർന്നിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിന്റെ അടയാളം മാത്രമല്ല, അള്ളാഹ് പറഞ്ഞു വഇന്ന മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനുന്ന ബിഹി ഖബ്ല മൗതിഹി. സൂറത്തുൻ നിസായിലെ 180 ആയത്ത്. അവരാളുടെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കാത്തവരായി അഹ്ലു കിതാബിൽ ആരും ഉണ്ടാവുകയില്ല ഖബ്ല മൗതിഹി, ഈസാ നബിയുടെ മരണത്തിന്റെ മുമ്പ്. ഇത് നിങ്ങൾ ഖബല മൗതിഹി എന്നുള്ളത് ഓരോരുത്തരുടെ മരണത്തിന് മുമ്പ് ഒന്ന് ദുർവ്യാഖ്യാനിക്കണ്ട. ഓരോരുത്തരുടെ മരണത്തിന് മുമ്പ് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. ഫിർഔൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാ മരിച്ചത്. സൂറത്ത് യൂനുസ് എടുത്ത് വായിച്ചു നോക്കിക്കോ. ഖബല മൗതിഹി എന്ന് പറഞ്ഞാൽ ആ ഈസാ നബിയുടെ മരണത്തിന് മുമ്പ് അഹ്ലു കിതാബിൽപ്പെട്ട ഒരാളും തന്നെ അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി കൊണ്ടുണ്ടാവുകയില്ല. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. മാത്രമല്ല, തീർന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു വയുഅല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കുഹൂലത്തിന്റെ മധ്യവയസ്കതയിലും സംസാരിച്ചു. എന്താ തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിക്കാത്ത അത്ഭുത? എന്താ ഇപ്പൊ മധ്യവയസ്കയെ സംസാരിക്കത്ര പോലെ അത്ഭുതം? എല്ലാവരും സംസാരിക്കൂലേ? എന്താ ഈസാ നബിക്ക് മാത്രം ഇത് പ്രത്യേകം പറഞ്ഞത്? ഹദീസുകളിലും വിശദീകരണങ്ങളിലും കാണാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് വന്നതുകൊണ്ട് സംസാരിക്കും ആളുകളോട്. അതാണ് ഈസാ നബി മരിച്ചു എന്നാണ് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞത്. അള്ളാഹുന്റെ പേരിൽ, അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമാണ് വലുതെങ്കിൽ നിങ്ങളുടെ ഖാദിയാനി മതമല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുന്റെ അടുക്കൽ ഖാദിയാനി മതമല്ല, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുന്റെ ഇസ്ലാം, പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പ്രമാണമായ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതിയിട്ടില്ല. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ അന്ത്യനാളിന്റെ അടയാളമായി വിശദീകരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഈസാ നബി മരിച്ചു എന്ന്. ഞാൻ ചോദിക്കുന്നു സുഹൃത്തിനോട്, എന്റെ ജ്യേഷ്ഠ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നു, ഈസാ നബി മരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നോ പ്രവാചകന്റെ ഹദീസിൽ നിന്നോ ഒരൊറ്റ വാചകത്തിന്റെ തുണ്ടം നേരത്തെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ വിശദീകരണം ചോദിച്ചതുപോലെ അതുപോലെ നിങ്ങളോടും ചോദിക്കുന്നു. ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ ആര് ദുർവ്യാഖ്യാനിച്ചാലും കൊടുങ്ങും. അതുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. നിങ്ങളോട് ഞാൻ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, ഈസാ നബി മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. കാശ്മീരിൽ ഈസാ നബിയുടെ ഖബറുണ്ടെന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഹാത്തു ബുർഹാനക്കും. ഞങ്ങൾ ഇവിടെ റെഡിയാണ്, തയ്യാറാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി മരിച്ചിട്ടുണ്ടെന്നതിന് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ കഷ്ണമെങ്കിലും ഓതാൻ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഖാദിയാനിക്ക്, അത് കൊച്ചിയിൽ വേണ്ട, ഇനി ഏത് ദുനിയാവുള്ള ഖാദിയാനി പോയി ഇമാമിനെ കൊണ്ടുവന്നാൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല ഇലാ യൗമിൽ ഖിയാമ. സാധ്യല്ല നിങ്ങൾക്ക്. കാരണം അള്ളാഹ് പറഞ്ഞ നസ്ന് അള്ളാഹുവിന്റെ ഖുർആന് വിരുദ്ധമായി വഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമായിരുന്നു. അതുകൊണ്ട് ഇനി എന്റെ സുഹൃത്ത്, ജ്യേഷ്ഠ സുഹൃത്ത് ഓതേണ്ടത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചുപോയി എന്ന് നിങ്ങളുടെ വാചകം കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഈസാ നബി മരിച്ചു എന്നതിന്റെ ആയത്ത് നിങ്ങൾ ഓതണം. അതാണ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒരു റസൂൽ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ റസൂലുകളും മരണപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സമയത്ത് പല സഹാബാക്കളുടെ ഇടയിൽ ഒരു അഭിപ്രായം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, പല മിറാജൊക്കെ ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉള്ളപോലെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാള് ഊരി പിടിച്ചു നിന്ന് എന്നിട്ട് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ
തല ഞാൻ കൊഴിയും. ഈ പറഞ്ഞ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഈ ആയത്ത് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള എല്ലാ റസൂലും വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് ഓതിയ സമയത്ത് ഏതെങ്കിലും ഒരു സഹാബാക്കൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്ന ഈസാ നബി അലൈഹി ഇസ്ലാം ജീവനോടെ ആകാശത്ത് നിങ്ങൾ പറയുന്ന ഈ അന്ധവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവര് ഒരു കാര്യത്തിന് ഖുർആനെതിരായിട്ട് പറഞ്ഞാൽ തിരുത്താതിരിക്കില്ല. അവരപ്പം തന്നെ ഏതിനും സഹാബാക്കൾ ചോദിക്കുമായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഈസാ നബി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പൊ അവരതും ചോദിച്ചിട്ടില്ല. അവരെല്ലാ സഹാബാക്കളുടെ ഇടയിൽ ഇജ്മാ ഉണ്ട്, ഏക അഭിപ്രായമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം മരണപ്പെട്ട്. ഈസാ നബിയും ഒരു മനുഷ്യനായിരുന്നു, 1.25 ലക്ഷം നബിനെ അയച്ച് അവരെല്ലാവരും മരണപ്പെട്ട്. അതുപോലെ മുഹമ്മദ് നബിക്കും പോകുന്ന ഈസാ നബി മരണപ്പെട്ടെന്ന് സഹാബാക്കൾ എല്ലാം അംഗീകരിച്ചു. സഹാബാക്കളും അള്ളാന്റെ റസൂലും അംഗീകരിച്ച് ഉസ്താദിനെ അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ഉസ്താദിനെന്നല്ല മുസ്ലിമീങ്ങൾ ആരും അംഗീകരിക്കൂല. നിങ്ങൾ ഇതാണ് ശരിക്കും മനസ്സിലാക്കി, സാധാരണക്കാർ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് ഖാദിയാനി മതം. അള്ളാന്റെ ഖുർആൻ ഓതാ തൊള്ളി തോന്നുന്ന അർത്ഥം പറയാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖദ് മാതത് എന്നല്ല. ഖദ് ഖലത് എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു എന്നാ. ഏതൊരു ഇസ്രങ്ങൾ കൊണ്ടുവരും. ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. എവിടുന്ന് ഞങ്ങൾ മരിച്ചു എന്ന് അർത്ഥം കിട്ടിയത്? എവിടുന്ന്? നിക്കട്ടെ. ആ ഖദ് ഖലത് എന്ന് പറഞ്ഞ എന്താ? ഖദ് മാതത് എന്ന അർത്ഥം തന്നെ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വഇമ്മാത ഔ ഖുതലൻ ഖലബ്തും അലാ അഖാബിക്കും, അദ്ദേഹം മരിച്ചു പോവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പുറംകാലിലേക്ക് തിരിഞ്ഞോടുകയാണോ? റസൂലുള്ളാഹി മരിച്ചു നിൽക്കുമ്പോൾ അതെന്ത് പരപ്രദായത്ത? ഇത് എവിടുന്ന് അങ്ങോട്ട് ഈസാ നബി മരിച്ചു എന്ന്? ഈസാ നബി ഖദ് ഖലത് എന്ന് പറഞ്ഞ നിങ്ങൾ അർത്ഥം പറഞ്ഞ എന്താ? നിങ്ങൾ അർത്ഥം പറഞ്ഞ എന്താ? മരിച്ചു എന്നാ. ഏതൊരു ആരാണ് ഖദ് ഖലത്തിന്റെ അർത്ഥം പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ ഈ ലബിനന്റെ ഹദീസ് പറഞ്ഞ്, ഈ ഇഷ്ടികന്റെ ഹദീസ് പറഞ്ഞത് ലാ നബിയ ബാദി. അപ്പൊ ഈ ആയത്ത് ഖാദിയാനി മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം തിരിഞ്ഞു. ഖദ് ഖലത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഖാദിയാനികൾ. അള്ളാഹുന്റെ ഖുർആനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് ആളുകൾക്കിടയിൽ വിവരമില്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരെ ആളുകൾക്കിടയിൽ അള്ളാഹിന്റെ ഖുർആൻ ഓതിയിട്ട് തൊള്ളി തോന്നി അർത്ഥം പറയേ. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഖാദിയാനി ഇല്ല, ചേകനൂരില്ല, ആര് വന്നാലും അള്ളാന്റെ ഖുർആൻ തൊട്ട് കളിക്കാൻ സമ്മതിക്കൂല. ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. ആ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്, എല്ലാ ഈസാ നബിയും മരണപ്പെട്ടിട്ടുണ്ടെന്ന് ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അർത്ഥം കിട്ടിയത്? കഴിഞ്ഞു പോണത് എങ്ങനെയാണെന്ന് തുടർന്നുള്ള ആയത്തിൽ പറഞ്ഞു. ഒന്നിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരണപ്പെടുക. ഈ രണ്ട് രീതിയിലാണ് കഴിഞ്ഞു പോകല്. അല്ലാതെ മൂന്നാമതൊരു ആകാശത്തേക്ക് പോകണ്ടെന്ന് ആയത്തുണ്ടെങ്കിൽ അത് ഉസ്താവെന്ന് ആകാശത്തേക്ക് കൊണ്ടെന്ന് അർത്ഥമാണ്. ഉയർത്തി. ഉസ്താദ് 5 നേരം നിസ്കരിക്കുമ്പോൾ ഓതണ്ടല്ലോ, അള്ളാഹുവിന്റെ ഉയർത്തണമെന്ന്. റഫ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ച വാചകം. നിങ്ങൾ പറയും റഫ ഉയർത്തണമേ. പ്രാർത്ഥിക്കണ്ടല്ല, ആകാശത്തേക്ക് ഇതുവരെ കയറി പോയിട്ട് കണ്ടിട്ടില്ല. പ്രാർത്ഥന സ്വീകരിച്ചല്ലേ ഉസ്താദിന്റെ? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ വറഫഅനാഹു മക്കാനൻ അലിയ. ഇദ്രീസ് നബിയെ ഉയർത്തിയിട്ടുണ്ട്, അതുകൂടി കയറ്റി വെച്ചു ഉസ്താദ്. ഈ രണ്ട് കാര്യത്തിലും ഇല എവിടെ? ബൽ റഫഅഹുല്ലാഹു ഇലൈഹി എന്ന് ഈസാ നബിയെ പറ്റി പറഞ്ഞു. റഫഅനാഹു മക്കാനൻ അലിയ, അവിടെ ഇലാന്നുണ്ടോ? ഇല്ല. അതാണ് ഖാദിയാനി മതം. തട്ടിപ്പ് 1. രണ്ടാമത്തത് പ്രാർത്ഥനയിൽ റഫഅന്നുള്ളൂ, വർഫഅനി എന്നുള്ളൂ. വർഫഅനി ഇലൈക്കാന്നുണ്ടോ? ഇലുണ്ടോ? അപ്പൊ റഫഅ ഇല എന്ന് പറഞ്ഞാൽ ബൽ റഫഅഹുല്ലാഹു ഇലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുലേക്ക് ഉയർത്തി എന്നാണ്. മാത്രമല്ല റഫഅനാഹു മക്കാൻ അലിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുന്ന. അറബി പഠിക്കണം, അല്ലാതെ ഉറുദു മാത്രം പഠിച്ചിട്ട് ദുനിയാവില് അള്ളാഹിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹുവിന്റെ പ്രയോഗം കൃത്യമാണ്. ഈസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് ബൽ റഫഅഹുല്ലാഹു ഇലൈഹി. എന്നാൽ മറ്റു പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ബൽ റഫഅനാഹു ഇലൈഹി എന്ന് പറഞ്ഞില്ല, റഫഅനാഹു മക്കാനൻ അലിയാ. ഇത് അള്ളാഹ് ഖുർആൻ ഇറക്കണത്, മിർസല്ല. മനസ്സിലല്ലേ? മിർസന്റെ ഖുർആൻ ആണെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ ഖുർആനാണ്. അതുകൊണ്ട് സുഹൃത്തിന് ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇപ്പോഴെങ്കിലും ഖാദിയാനി മതം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങളുടെ കുറ്റല്ല, നിങ്ങളുടെ ആ മൗലവിമാർ, നിങ്ങളുടെ ബ്രിട്ടീഷുകാരെന്ന് പഠിച്ച ആ വിവരങ്ങൾ നിങ്ങളുടെ മൗലവിമാർക്ക് പകർന്നു കൊടുക്കുന്നു. ആ മൗലവിമാർ ഒന്നും അറിയാത്ത നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ വഞ്ചിക്കാണ്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി.
ഇത് ഒരൊറ്റ ഖാദിയാനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇലൈഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക്, ആ റൂഹോടുകൂടി ഉയർത്തലാണ് ഇലൈഹി എന്ന് പറഞ്ഞാൽ. എന്നാൽ മറ്റു പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോ റഫഅനാഹു മക്കാനൻ അലിയ, വർഫഅനി എന്നുള്ളൂ. വർഫഅനി ഇലൈക്കാന്നുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടും രണ്ടാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്നതിന് ഈ ആയത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തെളിവ് കിട്ടിയത്? നിങ്ങൾ പറഞ്ഞു അവർ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ തിരിഞ്ഞോടുകയാണ്. അതിന് മരിച്ചു എന്ന് എവിടെ കിട്ടിയത്? അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ തിരിഞ്ഞോടുകയാണോ ചോദിച്ചാൽ അങ്ങനെ മരിച്ചു എന്ന് എവിടെ കിട്ടിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് വന്ന റസൂൽമാര് കഴിഞ്ഞു കടന്നു പോയിരിക്കുന്ന കാര്യമാണ് തുടർന്ന് പറഞ്ഞത്. അവർ ഒന്നിലേക്ക് കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരണപ്പെടുക. ഈ രണ്ട് രീതിയിലല്ലാണ്ട് മൂന്നാമതൊരു രീതി വിശദീകരിക്കാൻ ഖുർആനിൽ നിന്ന് എവിടെയെന്ന് കിട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പൊ പറഞ്ഞ് അള്ളാഹുലേക്ക് ഉയർത്തി, അതുകൊണ്ടിട്ട് ആകാശത്തേക്ക് പോയ അവിടെ ഇരിക്കേണ്ടെന്നാണ് പറയുന്നത് ഉസ്താദ്. അള്ളാഹു അവന്റെ ജീവനാടിയേക്കാൾ അടുത്തവനാണെന്നാണ് ഖുർആൻ പറയുന്നത്. എപ്പോഴും ഓതന ആയത്താണല്ലേ ഇതൊക്കെ. അപ്പൊ അള്ളാഹു എവിടെ ഇട്ടാണ് ഈ ഉയർത്തണ? ജീവനാടിയേക്കാൾ അടുത്ത അല്ല ഉണ്ട്. ശരി. അപ്പൊ ഇനിയും പ്രശ്നം കൂടുക. അപ്പൊ അഫൈം മാത്ത ഔ ഖുതില, അത് കഴിഞ്ഞു പോയ നബിമാരെ പറ്റിയല്ല. അഫൈം മാതു എന്നല്ല, ഔ ഖുതിലു എന്നല്ല. വമാ മുഹമ്മദുൻ എന്ന് പറഞ്ഞിട്ടാണ് അഫൈം മാത്ത. ആ മുഹമ്മദ് നബി മരിച്ചാൽ, ഔ ഖുതില അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. അല്ലാഹ് പറഞ്ഞത് എന്താ? കൊല്ലപ്പെട്ടാൽ. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിട്ടില്ല, എന്നിട്ടും അല്ലാഹ് പറഞ്ഞു കൊല്ലപ്പെട്ടാൽ. അപ്പൊ ഇത് രണ്ടും ഉണ്ടായാൽ നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോന്നാ. അപ്പൊ ഇത് രണ്ടും വഴിക്ക് മാത്രമേ കഴിഞ്ഞു പോകൂ എന്നല്ല ആയത്ത് പറഞ്ഞത്. കഴിഞ്ഞു പോകൽ ഈ രണ്ട് വഴിക്കാണ് എന്നല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂല് മാത്രം. ഏതുപോലെ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ആ മുഹമ്മദ് നബിക്ക് മുമ്പ് റസൂലുമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത, ആ മുഹമ്മദ് നബി മരിച്ചാൽ, ഔ ഖുതില അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ, ഇൻ ഖലബതും നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ? അങ്ങനെ പോയാൽ അല്ലാഹു നഷ്ടൊന്നുമില്ല. അവിടെ ഈ രണ്ട് വഴിക്കേ കഴിഞ്ഞു പോകുക അവരൊക്കെ എന്നല്ല പറഞ്ഞത്. അള്ളാഹിന്റെ റസൂലിനെ പറ്റി പറഞ്ഞു. റസൂല് കൊല്ലപ്പെട്ടാൽ നിങ്ങൾ എന്തിനാ ഇസ്ലാമിന് പുറത്തേക്ക് പോകുന്നത്? റസൂല് മരിച്ചാൽ നിങ്ങൾ എന്തിനാ ഇസ്ലാമിന് പുറത്തേക്ക് പോകുന്നത് എന്നേ ചോദിച്ചിട്ടുള്ളൂ. പിന്നുള്ളത് റഫഅ, വിശദമായി ഇവിടെ പറഞ്ഞു. ബറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തി. ഇനി ആ ആയത്ത് അല്ലാഹുവിലേക്ക് ഉയർത്തി എന്നല്ലെങ്കിൽ അതിനർത്ഥം എന്താ? അല്ലാഹുവിലേക്ക് ഉയർത്തി എന്നല്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അല്ലാഹ് എല്ലാ സ്ഥലത്തുണ്ട്, ജീവനാടിനിക്ക് അടുത്താണ് എന്ന ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു അല്ലാഹ് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന്. അതാണെങ്കിൽ ബറഫഅഹുല്ലാഹു ഇലൈഹി പറഞ്ഞ് എന്താ അർത്ഥം വെക്കുക? ഈസാ നബിയെ ഇവിടെ ഒന്നാകെ അല്ലാഹ് വിതറിയതാണോ? നാളും മരിച്ചു കിട്ടുമല്ലോ, അപ്പോഴും മരിച്ചു കിട്ടുമല്ലോ. പറഞ്ഞോളി. ബറഫഅഹുല്ലാഹു ഇലൈഹി നിങ്ങൾ എന്താ അർത്ഥം വെക്കുക? അതായത് യഹൂദന്മാര് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വ്യഭിചാരപുത്രനും കള്ളപ്രവാചകനായിട്ട് അള്ളാഹുമായിട്ടൊരു ബന്ധമില്ലാത്തവനായിട്ട് ശപിക്കപ്പെട്ടവനായിട്ട് വിശ്വസിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അള്ളാഹു പറയണത് എന്നിലേക്ക് ഉയർത്തി, അതായത് ആത്മീയമായ ഉന്നത പദവി ഞാൻ നൽകി, അള്ളാഹു എന്റെ അടുക്കലേക്ക് സാമീപ്യം നൽകി ഉയർന്ന സ്ഥാനത്തുള്ള ഒരു പ്രവാചകനാണെന്നുള്ള മറുപടിയാണ്. അതാണ് മറുപടി ഇവിടുന്ന് കിട്ടി. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അല്ല, ആ ബുദ്ധി പറ്റൂല, അത് കുബുദ്ധിയാണ്. അത് കുബുദ്ധിയാണ്. അതാണ് ബറഫഅഹുല്ലാഹു ഇലൈഹി. ഇദ്രീസ് നബിയെ പറ്റി പറഞ്ഞപ്പോഴോ വറഫഅനാഹു മകാനൻ അലിയാന, വറഫഅനാഹു മകാനൻ അലിയ, ഉന്നത സ്ഥാനത്തേക്ക് നാം ഉയർത്തി. ആ പ്രയോഗം പ്രയോഗിച്ചാൽ മതിയല്ലോ, അതേ പ്രയോഗം പ്രയോഗിച്ചാൽ മതിയല്ലോ. അത് പ്രയോഗിക്കാതെ ബറഫഅഹുല്ലാഹു ഇലൈഹി മാത്രമേ ഖതലൂഹു വമാ സ്വലബൂഹു എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അല്ലാതെ വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, മോശപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടല്ല ഉയർത്തി എന്ന് പറഞ്ഞത്. പിന്നെയോ വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, വമാ സ്വലബൂഹു, കുരിശിലേറ്റിയിട്ടില്ല, ബറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അതാ പ്രശ്നം. അല്ല അദ്ദേഹം വ്യഭിചരിച്ചിട്ടില്ല, അദ്ദേഹം മോഷണം നടത്തിയിട്ടില്ല, അദ്ദേഹം മോശക്കാരനല്ല, അല്ലാഹു ഉയർത്തിയിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, ബറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഖാദിയാനി ആദർശത്തിൽ പെട്ടുപോയ സഹോദരങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ കുറെ ഉണ്ട് എന്നാണ് തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് ചിന്തിക്കാനെങ്കിലും ഈ സംസാരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് സൂചിപ്പിക്കാനുണ്ട്. ആ ഒരു സുഹൃത്തിനെ മാത്രമല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം സമയം കൊടുത്തതും. ആ ശബ്ദം കേൾക്കുന്ന
അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കുറെ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവർ ഞങ്ങൾ ഇപ്പോൾ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ചിന്തിക്കാൻ കുറെ ആയത്ത് പരാമർശിക്കപ്പെട്ടല്ലോ. ഈ ആയത്തുകളൊക്കെ അപ്പറിനർത്ഥം ശരിയല്ല എന്ന് നേരെ നമ്മളിവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ പിന്നെ ഇനി നമുക്ക് അതിന് പിന്നാലെ പോകണോ എന്ന് ആലോചിക്കുക. നബിയീന വസുദ്ദീഖീന മുതൽ ഇങ്ങോട്ടുള്ള ആയത്തൊക്കെ അപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞു തുടങ്ങിയത് മുതൽ അദ്ദേഹം നബിയാകണം, എല്ലാവരും നബിയാകണം. മിർസ മാത്രം നബി ആയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുക ഇല്ല. അതിനാൽ ഈ വക തെറ്റായ ധാരണകൾ, തെറ്റായ ആദർശങ്ങളിൽ മാറി ശരിയായ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.